നമസ്കാരം, എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 സുവോളജിയിലെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫോക്കസ് ഏരിയാസ് ബേസ്ഡ് ക്ലാസ് ആണ്. ഇത് ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. ഫോക്കസ് ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ മാത്രം ആയതുകൊണ്ട് കുറച്ചേ പറയാനുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ഭാഗങ്ങൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ, അതാണ് ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് ഫോക്കസ് ഏരിയാസിൽ വരുന്നതാണ്. കിഡ്നിയുടെ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ കിഡ്നിയുടെ ഫംഗ്ഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് ഒരു ഹോർമോണൽ ഫീഡ്ബാക്ക് മെക്കാനിസം വഴിയാണ്. ഹൈപ്പോതലാമസ് അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. JGA എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഹാർട്ടും ഒരു പരിധി വരെ ഈ കിഡ്നിയുടെ ഫംഗ്ഷനിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോർമോണൽ ഫീഡ്ബാക്ക് മെക്കാനിസം ആണ് ഇവിടെ ഈ കിഡ്നിയുടെ ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ ഹൈപ്പോതലാമസ് ഇൻവോൾവ് ആവുന്നുണ്ട്, ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് ഇൻവോൾവ് ആവുന്നുണ്ട്, ഒരു പരിധി വരെ ഹാർട്ടും ഇൻവോൾവ് ആവുന്നുണ്ട്. നമ്മളുടെ ബോഡിക്കകത്ത് ഇപ്പൊ ബോഡിയിലെ ബ്ലഡിന്റെ വോളിയത്തിൽ ഉണ്ടാവുന്ന മാറ്റം, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിന്റെ വോളിയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അതുപോലെ തന്നെ ഈ ബോഡി ഫ്ലൂയിഡ്സിലുള്ള അയോണിക് കോൺസെൻട്രേഷനിലുള്ള മാറ്റം, ഇവയെല്ലാം ഓസ്മോ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഓസ്മോ റിസപ്റ്റേഴ്സിനെ ഇതെല്ലാം ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് യൂറിൻ പുറത്തു പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ഒരു കണ്ടീഷൻ നമ്മൾ ഡൈയൂറസിസ് എന്നാണ് പറയുക കേട്ടോ. എന്താണ് പറയുന്നത്? ഡൈയൂറസിസ്. ഡൈയൂറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും യൂറിൻ ഒരുപാട് പുറത്തേക്ക് പോകുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഈ ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആവുന്നു. ഈ ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആവുകയും അവ ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ആന്റി ഡയൂറട്ടിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് യൂറിൻ പുറത്തു പോകുന്ന ഒരു കണ്ടീഷനാണ് ഉള്ളത് എങ്കിൽ ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആവുകയും ഇവ ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ന്യൂറോ ഹൈപ്പോഫൈസിസിൽ നിന്നും ആന്റി ഡയൂറട്ടിക് ഹോർമോൺ, അല്ലെങ്കിൽ നമുക്കതിനെ ADH എന്നും വിളിക്കാം, അല്ലെങ്കിൽ വാസോപ്രസിൻ എന്നും വിളിക്കാം. ഈ ADH എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യപ്പെടുന്നു. ഈ ADH എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയുമോ? ഈ ADH ഈ ട്യൂബ്യൂൾസിന്റെ എൻഡ് പാർട്ടില്, അവസാന ഭാഗങ്ങളില് റീഅബ്സോർപ്ഷൻ കൂടുതലായിട്ട് നടക്കാൻ കാരണമാവുന്നുണ്ട്. അപ്പൊ ADH വരുമ്പോൾ വാട്ടർ റീഅബ്സോർപ്ഷൻ കൂടുതലായിട്ട് നടക്കും. അപ്പൊ വാട്ടർ ഒരുപാട് റീഅബ്സോർബ് ചെയ്യപ്പെടുമ്പോൾ, നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പുറത്തു പോകുന്ന യൂറിന്റെ അളവ് കുറയുന്നു. അപ്പൊ അങ്ങനെയാണ് ഒരുപാട് യൂറിൻ പുറത്തു പോകുന്ന ഒരു കണ്ടീഷനിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. അപ്പോ ഇനി ഒരുപാട് യൂറിൻ പുറത്തു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി സപ്പോസ് നമ്മളുടെ ശരീരത്തിലെ ബോഡി ഫ്ലൂയിഡിന്റെ അളവ് കൂടുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ബോഡി ഫ്ലൂയിഡിന്റെ അളവ് കൂടുമ്പോൾ സ്വാഭാവികമായും പുറത്തേക്ക് പോകുന്ന യൂറിന്റെ അളവ് കൂടിയാലേ ശരിയാവുള്ളൂ അല്ലെ. ആ ബോഡി ഫ്ലൂയിഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറച്ച് ഫ്ലൂയിഡ് പുറത്തേക്ക് പോകണം. സോ യൂറിൻ കുറച്ച് കൂടുതലായിട്ട് പോകേണ്ട ഒരു സാഹചര്യം വരും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില്, നമ്മളുടെ ബോഡിയിലെ ഫ്ലൂയിഡിന്റെ അളവ് കൂടുന്ന ഒരു സാഹചര്യത്തില് ഈ ഓസ്മോ റിസപ്റ്റേഴ്സിലെ, നമ്മളിപ്പോ പറഞ്ഞ ആക്ടിവേറ്റ് ആയിട്ടുള്ള ഓസ്മോ റിസപ്റ്റേഴ്സ് സ്വിച്ച് ഓഫ് ചെയ്യുകയും അവ അങ്ങനെ ആസ് എ റിസൾട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? ADHന്റെ പ്രൊഡക്ഷൻ സപ്രസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ADHന്റെ പ്രൊഡക്ഷൻ സപ്രസ് ചെയ്യുമ്പോൾ ഈ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് കുറയും. അപ്പൊ മാക്സിമം കൂടുതലായിട്ടുള്ള യൂറിൻ തന്നെ പുറത്തേക്ക് പോകും. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ബോഡി ഫ്ലൂയിഡിന്റെ അളവ് നോർമൽ ലെവലിലേക്ക് വരും. അപ്പോൾ ഇത്തരത്തിൽ ബോഡി ഫ്ലൂയിഡിന്റെ അളവ് കൂടുകയാണെങ്കിലും, ഇനി സപ്പോസ് യൂറിന്റെ അളവ് കൂടുതലായിട്ട് പുറത്തേക്ക് പോവുകയാണ്, അപ്പൊ ബോഡി ഫ്ലൂയിഡിന്റെ അളവ് കുറയാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിലും ഒക്കെ എത്തരത്തിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലായില്ലേ? ഇനി ഈ ADHന് മറ്റൊരു കഴിവ് കൂടിയുണ്ട്. അത് ബ്ലഡ് വെസൽസ് ഇല്ലേ കിഡ്നിയില്, ആ ബ്ലഡ് വെസൽസിന്റെ കൺസ്ട്രക്ടർ ആയിട്ട് കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൺസ്ട്രക്ട് ചെയ്യുന്നവ, അതായത് കൺട്രാക്ട് ചെയ്യുന്നവ, ചുരുക്കുന്നവ എന്നൊക്കെയാണ്. ഇപ്പോ ഒരു ബ്ലഡ് വെസൽ ആണ് ഇതെന്ന് വിചാരിക്കുക. ഈ ADHന് എന്തിനുള്ള കഴിവുണ്ട്? ഈ ബ്ലഡ് വെസലിനെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അത് ചുരുങ്ങും, അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് വരും. അപ്പൊ ഇവിടെ നോക്കൂ, ബ്ലഡ് വെസൽസ് കൺസ്ട്രക്ട് ആവുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ട്. അതിലൂടെ ആ ബ്ലഡ് വെസലിലൂടെ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ ബ്ലഡിന് ഒഴുകാനായിട്ട് അല്ലെ. അപ്പൊ ആ സമയത്ത് അവിടെ പ്രഷർ എന്താണ്? ബ്ലഡ് പ്രഷർ, അവിടെ ആ ഒരു വാളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സോ അവിടെ ബ്ലഡ് പ്രഷർ കൂടുന്നു. ബ്ലഡ് പ്രഷർ കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്?
ഈ ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ കൂടുന്നുണ്ട് അല്ലെ, ആ ഗ്ലോമറുലസിലേക്ക് വരുന്ന ബ്ലഡിന്റെ അളവ് കൂടുന്നു. അപ്പൊ ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ സ്വാഭാവികമായും എന്ത് കൂടും? GFR, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂടുന്നു. അപ്പോ ഇവിടെ നോക്കൂ, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂടുന്നതിലും ADH ഒരു പങ്കുണ്ട്. ഈ ADH മാത്രമല്ല, ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസും GFR കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതെങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോ നമ്മളുടെ കിഡ്നിക്കകത്തുള്ള ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ, ഇനി അതുമല്ല എങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, ഇതിലേതെങ്കിലും കുറവ് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ കുറയുന്നു, അല്ലെങ്കിൽ ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ കുറയുന്നു, അല്ലെങ്കിൽ GFR, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയുന്നു. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും മാറ്റം വരുന്ന സമയത്ത്, ഇവ ഏതെങ്കിലും കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ് ആക്ടിവേറ്റ് ആവുന്നു. എന്നിട്ട് ഈ ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ് റെനിനെ റിലീസ് ചെയ്യുന്നു. ഈ റെനിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബ്ലഡിൽ കാണുന്ന ആൻജിയോടെൻസിനോജൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിനെ ആന്റിയോടെൻസിൻ 1 ആക്കി മാറ്റുകയും പിന്നീട് അതിൽ നിന്നും ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പോ ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിലോ ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോയിലോ അല്ലെങ്കിൽ ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷറിലോ കുറവ് വരുന്ന സമയത്ത് ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസിന്റെ സെല്ലുകള്, ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസിലെ സെല്ലുകള് റെനിനെ റിലീസ് ചെയ്യുന്നു. ഈ റെനിൻ എന്ത് ചെയ്യുന്നു? ബ്ലഡിൽ കാണപ്പെടുന്ന ആൻജിയോടെൻസിനോജനെ പോയിട്ട് ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റുന്നു. ഈ ആൻജിയോടെൻസിൻ 1 പിന്നീട് എന്താക്കി മാറ്റുന്നുണ്ട്? ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റുന്നുണ്ട്. ഈ ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്നത് ഒരു വാസോ കൺസ്ട്രിക്ടർ ആണ്. ഈ വെസൽസിനെയൊക്കെ കൺസ്ട്രിക്ട് ചെയ്യാൻ കഴിവുള്ളതാണ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ അതൊന്ന് കൺട്രാക്ട് ആവുന്നു അല്ലെങ്കിൽ കൺസ്ട്രിക്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഈ വാസോ കൺസ്ട്രിക്ടർ ആയതുകൊണ്ട് തന്നെ, അതായത് അവിടെ ആ ബ്ലഡ് വെസൽസ് ഒന്ന് ചുരുങ്ങുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു? ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ കൂടുന്നു. ആസ് എ റിസൾട്ട് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂടുന്നു. നമ്മൾ മുമ്പേ ADHന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ റെനിൻ നേരിട്ട് ഇടപെടല്ല ചെയ്യുന്നത്. പകരം എന്ത് ചെയ്യുന്നു? റെനിൻ പോയിട്ട് ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1ഉം ആൻജിയോടെൻസിൻ 2ഉം ആക്കി മാറ്റുന്നു. ഈ ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്നത് ഒരു വാസോ കൺസ്ട്രിക്ടർ ആണ്. ഇത് എന്തിന് കാരണമാവുന്നു? ആ ഒരു വെസൽസ് ചുരുങ്ങാനായിട്ട് കാരണമാവുന്നു. ആ വെസൽസ് ചുരുങ്ങുന്ന സമയത്ത് സ്വാഭാവികമായും അവിടെ ബ്ലഡ് പ്രഷർ കൂടുകയും ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂടുകയും ചെയ്യുന്നു. ഇത് കൂടാതെ ആൻജിയോടെൻസിൻ 2ന് മറ്റൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്. അതെന്ത് ചെയ്യുന്നു? നമ്മളുടെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സ് റീജിയനെ പോയി ആക്ടിവേറ്റ് ചെയ്യുകയും ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആൻജിയോടെൻസിൻ പോയിട്ട് അഡ്രിനൽ കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് അവിടുന്ന് ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൽഡോസ്റ്റിറോൺ എന്ന ഹോർമോൺ റിലീസ് ചെയ്യപ്പെടുന്നു. ഈ ആൽഡോസ്റ്റിറോൺ എന്തിനെ സഹായിക്കുന്നുണ്ടെന്ന് അറിയുമോ? ഈ ട്യൂബ്യൂളിന്റെ ഡിസ്റ്റൽ പാർട്ടിൽ വെച്ച് മാക്സിമം വാട്ടർ റീഅബ്സോർപ്ഷനും സോഡിയം അയോൺസിന്റെ റീഅബ്സോർപ്ഷനും ഒക്കെ നടക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ആൽഡോസ്റ്റിറോൺ Na+ന്റെയും വാട്ടറിന്റെയും ഒക്കെ റീഅബ്സോർപ്ഷനെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ റീഅബ്സോർപ്ഷൻ നടക്കുന്നതിന്റെ ഫലമായും ബ്ലഡ് പ്രഷർ കൂടുകയും ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കൂ, ഇവിടെ ആൻജിയോടെൻസിൻ 2 രീതിയിൽ എന്ത് കൂട്ടാൻ കാരണമായി? GFR കൂട്ടാൻ കാരണമായി അല്ലെ. അപ്പൊ ഇവിടെ റെനിൻ ആണ് ആൻജിയോടെൻസിൻ 2 ഉണ്ടാവാനായിട്ട് കാരണം അല്ലെ. സോ ഇവിടെ റെനിനും ആൻജിയോടെൻസിനും കൂടി എന്ത് ചെയ്തു? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂട്ടി. അപ്പൊ ഈ ഒരു മെക്കാനിസത്തെയാണ് നമ്മൾ, ഈ ഒരു കോംപ്ലക്സ് മെക്കാനിസത്തെയാണ് നമ്മൾ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? GFRലോ ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോയിലോ അല്ലെങ്കിൽ ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷറിലോ കുറവ് വരുന്ന സമയത്ത് ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ് എന്ത് ചെയ്യുന്നു? റെനിൻ റിലീസ് ചെയ്യുന്നു. ഈ റെനിൻ പോയി ബ്ലഡിൽ കാണപ്പെടുന്ന ആൻജിയോടെൻസിനോജൻ എന്ന സബ്സ്റ്റൻസിനെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റുകയും പിന്നീട് അതിനെ ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്നത് ഒരു വാസോ കൺസ്ട്രിക്ടർ ആണ്. അത് ഈ ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ആവാൻ കാരണമാവുകയും ആ ബ്ലഡ് വെസൽസിലെ ബ്ലഡ് പ്രഷർ കൂടുകയും ചെയ്യുന്നു. അപ്പൊ ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കുന്നു? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂടുന്നു. ഇത് കൂടാതെ ആൻജിയോടെൻസിൻ 2 അഡ്രിനൽ കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയും ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ ആൽഡോസ്റ്റിറോൺ
Na+ അയോൺസിന്റെയും അതുപോലെ തന്നെ വാട്ടറിന്റെയും റീഅബ്സോർപ്ഷൻ ആണ് സഹായിക്കുന്നത്. അപ്പോൾ ട്യൂബ്യൂൾസിന്റെ ഡിസ്റ്റൽ പാർട്ടിൽ വെച്ചിട്ട് സോഡിയം അയോൺസും വാട്ടറും ഒക്കെ റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ ഫലമായും ഗ്ലോമറുലർ ബ്ലഡ് പ്രഷർ കൂടുന്നു. ആസ് എ റിസൾട്ട് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് കൂടുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കോംപ്ലക്സ് മെക്കാനിസം വഴി GFR ഒക്കെ കൂടുന്നില്ലേ? അതിന് സഹായിക്കുന്നത് റെനിനും ആൻജിയോടെൻസിനും ആണ് അല്ലെ? അപ്പൊ ഈ ഒരു മെക്കാനിസത്തെയാണ് നമ്മൾ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി ഈ ഏട്രിയയിലേക്ക്, നമ്മളുടെ ഹാർട്ടിലെ ഏട്രിയയിലേക്ക് കൂടുതലായിട്ട് ബ്ലഡ് വരികയാണെന്ന് വിചാരിക്കുക. ബ്ലഡ് ഫ്ലോ കൂടുതലായിട്ട് നടക്കുന്നു എങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് അറിയുമോ? ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പോ ഏട്രിയയിലേക്ക് ഒരുപാട് ബ്ലഡ് വരുന്ന സമയത്ത് ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ റിലീസ് ചെയ്യപ്പെടുകയും ഈ ANF എന്തിനാ സഹായിക്കുന്നത് അറിയുമോ? വാസോ ഡയലേഷൻ ആണ് സഹായിക്കുന്നത്. ഡയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ബ്ലഡ് വെസൽസ് കുറച്ച് എക്സ്പാൻഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ? നമ്മളിപ്പോ കൺസ്ട്രിക്ട് ചെയ്യപ്പെടുന്നത് പറഞ്ഞു, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ANF പോയിട്ട് ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോ ഡയലേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് പ്രഷർ കുറയും അല്ലെ? ഇപ്പോ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ബ്ലഡ് വെസൽ കുറച്ച് നന്നായിട്ട് എക്സ്പാൻഡ് ആയി കഴിഞ്ഞാല് അവിടെ ബ്ലഡ് പ്രഷർ കുറയുന്നു അല്ലെ? അപ്പൊ ഈ ബ്ലഡ് പ്രഷർ കുറയാന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റെനിൻ കോംപ്ലക്സ് മെക്കാനിസം, റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തില് ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ആവുകയും ബ്ലഡ് പ്രഷർ കൂടുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ANF മെക്കാനിസത്തില് ബ്ലഡ് പ്രഷർ കുറയാണ് ചെയ്യുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇനി നമുക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഡിസീസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ കിഡ്നി കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ യൂറിയ കൃത്യമായിട്ട് പുറന്തള്ളപ്പെടുന്നില്ല അല്ലെ? യൂറിയയുടെ രൂപത്തിലാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും നൈട്രോജനസ് വേസ്റ്റുകൾ പുറന്തള്ളപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ ഈ കൃത്യമായിട്ട് കിഡ്നീസ് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നില്ല? യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ യൂറിയ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. അക്യുമുലേറ്റ് ചെയ്യുന്നു. ഈ കണ്ടീഷനെയാണ് നമ്മൾ യുറേമിയ എന്ന് പറയുന്നത്. യുറേമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്. ബ്ലഡില് യൂറിയ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണ്. അപ്പോ ഇത് ഇങ്ങനെ കൂടുതലാവുന്നത് നമ്മുടെ ശരീരത്തിന് ഹാർംഫുൾ ആണ് അല്ലെ? ഇത് നൈട്രോജനസ് വേസ്റ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടേണ്ട ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഹാർംഫുൾ ആണ്. അപ്പോ ഇങ്ങനെ ഇത് യൂറിയ അടിഞ്ഞുകൂടുന്നത് കിഡ്നി ഫെയിലിയറിന് കാരണമാവാം. കിഡ്നി പ്രവർത്തിക്കാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ എങ്ങനെയാണ് യൂറിയ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുക? ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി നമ്മൾ ഇത്തരത്തിലുള്ള പേഷ്യൻസിൽ നിന്നും യൂറിയ റിമൂവ് ചെയ്യാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡയാലിസിസിന് പോവാണ് അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്തു, അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആ ഡയാലിസിസിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഡയാലിസിസിൽ നമ്മളുടെ കിഡ്നി ചെയ്യുന്ന പ്രോസസ്സ് പുറത്തൊരു മിഷൻ ചെയ്യാണ്. ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി നമ്മളുടെ കിഡ്നിക്കകത്ത് നടക്കുന്ന ഈ ഒരു പ്രോസസ്സ്, അതായത് യൂറിയ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മളുടെ കിഡ്നിക്ക് ചെയ്യാൻ കഴിവില്ലാതെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് നടത്തണം. ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നിയുടെ സഹായത്തോടു കൂടി നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മളുടെ ശരീരത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ആർട്ടറിയിൽ നിന്ന്, നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നു. ഈ ഹെപ്പാരിൻ എന്ന് പറയുന്നത് ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പൊ ഈ ഹെപ്പാരിൻ ചേർത്ത് നമ്മൾ ഈ ബ്ലഡിനെ ഡയാലിസിസ് നടത്തുന്ന ആ ഒരു മെഷീനിലേക്ക് കടത്തിവിടുന്നു. അപ്പൊ ഇവിടെ ആ ഒരു ഡയാലിസിസ് യൂണിറ്റ് അല്ലെങ്കിൽ ഡയാലിസിങ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ കുറെ സെല്ലോഫെയിൻ ട്യൂബ്സ് കാണപ്പെടുന്നുണ്ട്. ഇതാണ് ട്യൂബ് എന്ന് വിചാരിക്കുക കേട്ടോ. ഈ റെഡ് കളറിൽ ഞാൻ വരച്ചിരിക്കുന്നത് ട്യൂബ് ആണ് എന്ന് വിചാരിക്കുക. ഈ ട്യൂബിനെ സറൗണ്ട് ചെയ്ത് ഫ്ലൂയിഡ് കാണുന്നുണ്ട്. ഈ പച്ച നിറത്തിൽ വരച്ചിരിക്കുന്നത് ഫ്ലൂയിഡ് ആണ് എന്ന് വിചാരിക്കുക. ഈ ഭാഗത്തൊക്കെ എന്ത് കാണുന്നുണ്ട്? ഫ്ലൂയിഡ് കാണുന്നുണ്ട്. അകത്തേക്ക് വരില്ല കേട്ടോ, അത് അറിയാതെ ആയിപ്പോയതാണ്. അപ്പോ ഈ ട്യൂബ്സിനെ സറൗണ്ട് ചെയ്ത് എന്ത് കാണുന്നു? ഫ്ലൂയിഡ് കാണുന്നു. ഈ ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഡയാലൈസിങ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ ഡയാലൈസിങ് ഫ്ലൂയിഡ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത, അത് നമ്മളുടെ ബ്ലഡിലെ പ്ലാസ്മയില്ലേ, ആ പ്ലാസ്മയുടെ അതേ കോമ്പോസിഷനിലുള്ള
സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ഈ പ്ലാസ്മയുടെ അതേ കോമ്പോസിഷനിലുള്ള ഒരു ഫ്ലൂയിഡ് ആണ് ഇതിന് ചുറ്റും കാണപ്പെടുന്നത്. പക്ഷെ ആ ഫ്ലൂയിഡില് നൈട്രോജനസ് വേസ്റ്റുകൾ കാണപ്പെടില്ല. അപ്പൊ വരുന്ന നമ്മളുടെ ബ്ലഡിൽ എന്തുണ്ട്? നൈട്രോജനസ് വേസ്റ്റ് ഉണ്ട്. നമ്മളുടെ ഉദ്ദേശം എന്താണ്? ഈ നൈട്രോജനസ് വേസ്റ്റ് റിമൂവ് ചെയ്യണം, ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഈ ട്യൂബിലേക്ക് വരുന്ന ബ്ലഡിലെ നൈട്രോജനസ് വേസ്റ്റ് ഉണ്ട്, എന്നാൽ ഈ ട്യൂബിനെ സറൗണ്ട് ചെയ്ത് കിടക്കുന്ന ഫ്ലൂയിഡില് നൈട്രോജനസ് വേസ്റ്റ് ഇല്ല. അപ്പൊ നോക്കൂ, ഇവിടെ എന്ത് സംഭവിക്കും? ഈ ബ്ലഡില് നൈട്രോജനസ് വേസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ വരുന്ന ബ്ലഡിൽ നിന്നും നൈട്രോജനസ് വേസ്റ്റുകൾ ഈ സറൗണ്ടിങ് ഫ്ലൂയിഡിലേക്ക് പോകും. കാരണം എന്താണ്? എപ്പോഴും ഈ സബ്സ്റ്റൻസുകൾ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ നോക്കൂ, നമ്മളുടെ ബ്ലഡില് നൈട്രോജനസ് വേസ്റ്റ് കൂടുതലായിട്ടുണ്ട്. ആ ബ്ലഡിൽ നിന്നും നൈട്രോജനസ് വേസ്റ്റുകൾ ഈ ഫ്ലൂയിഡിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആ ഫ്ലൂയിഡിൽ നൈട്രോജനസ് വേസ്റ്റുകൾ ഇല്ല എന്നുള്ളത്. കാരണം അതുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ് നടക്കില്ലല്ലോ. സോ ഈ നൈട്രോജനസ് വേസ്റ്റുകൾ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നു. ഈ സെല്ലോഫെയിൻ ട്യൂബ്സിന്റെ മെംബ്രെയിൻ എന്ന് പറയുന്നത് പോറസ് ആണ്. പോറുകൾ കാണപ്പെടുന്ന, മൈന്യൂട്ട് പോർസ് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഈ നൈട്രോജനസ് വേസ്റ്റുകൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനനുസരിച്ച് മൂവ് ചെയ്യുന്നു, അതായത് ഈ ട്യൂബിൽ നിന്നും പുറത്തുള്ള ഫ്ലൂയിഡിലേക്ക്. സോ അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മളുടെ ബ്ലഡിൽ ഉണ്ടായിരുന്ന നൈട്രോജനസ് വേസ്റ്റുകളൊക്കെ ഈ പുറത്തേക്ക് പോയി. ചിത്രം കാണിച്ചു തരാം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ നോക്കൂ, നൈട്രോജനസ് വേസ്റ്റുകളൊക്കെ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ബ്ലഡ് നമ്മൾ തിരിച്ച് ഈ വ്യക്തിയുടെ ശരീരത്തിലേക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഹെപ്പാരിനെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? എന്തിനാണത്? കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആന്റി ഹെപ്പാരിൻ ആഡ് ചെയ്തതിന് ശേഷം ബ്ലഡ് തിരിച്ച് ഈ വ്യക്തിയുടെ ശരീരത്തിലേക്ക് തന്നെ കയറ്റുന്നു. അപ്പൊ ഇങ്ങനെ നടത്തുന്നത് കൊണ്ട് നമ്മളുടെ ശരീരത്തിലുള്ള നൈട്രോജനസ് വേസ്റ്റുകൾ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേഷ്യൻസ് ഇത്തരത്തില് കിഡ്നി ഫെയിലിയറുമായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഈ ഡയാലിസിസ് എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ചിത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇതാണ് ഡയാലിസിസ് നടത്തുന്ന ആ ഒരു പേഷ്യന്റ്. അദ്ദേഹത്തിന് റീനൽ ഫെയിലിയർ ആയിരിക്കും അല്ലെ, കിഡ്നി ഫെയിലിയർ ആയിരിക്കും. അപ്പൊ നോക്കൂ, ഇവിടെ നിന്നുള്ള ഒരു ആർട്ടറിയിൽ നിന്ന് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഏത് ആർട്ടറിയിൽ നിന്ന് എടുക്കാം. അപ്പൊ ഇവിടെ നിന്ന് ഒരു ആർട്ടറിയിൽ നിന്നും ബ്ലഡ് എങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്? ഈ ഡയാലൈസർ ഓർ ഡയാലൈസിങ് യൂണിറ്റിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ബ്ലഡ് പോകുന്നു. ആ സമയത്ത് നമ്മൾ ഹെപ്പാരിൻ കൊടുക്കുന്നുണ്ട്. അതൊരു ആന്റി കൊയാഗുലന്റ് ആണ്, രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെ? പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ രക്തം കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ. സോ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഇനി ഈ യൂണിറ്റിലേക്ക് കടക്കുമ്പോൾ അവിടെ ട്യൂബ്സ് കാണപ്പെടുന്നുണ്ട്, സെല്ലോഫെയിൻ ട്യൂബ്സ് കാണുന്നുണ്ട്. സെല്ലോഫെയിൻ ട്യൂബ്സിന് ചുറ്റും ഡയാലിസിസ് ഫ്ലൂയിഡ് കാണുന്നുണ്ട്. ഈ ഡയാലിസിസ് ഫ്ലൂയിഡ് പുറത്തേക്ക് പോകാനും അതുപോലെ തന്നെ ഉള്ളിലേക്ക് വരാനും ഒക്കെ ഉള്ള ഭാഗമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ വെച്ച് എന്ത് സംഭവിച്ചു? നൈട്രോജനസ് വേസ്റ്റുകളൊക്കെ ഈ ഡയാലിസിസ് ഫ്ലൂയിഡിലേക്ക് പോയി. എന്നിട്ട് നമ്മുടെ ബ്ലഡ് തിരിച്ച് എങ്ങോട്ടേക്ക് തന്നെ പോകുന്നു? നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ കൊടുക്കുന്നു. അപ്പോ ഇവിടെ ആന്റി ഹെപ്പാരിൻ ആഡ് ചെയ്തിട്ടാണ് ബ്ലഡ് നമ്മൾ തിരിച്ച് ഈ വ്യക്തിയുടെ ശരീരത്തിലേക്ക് കയറ്റുന്നത്. അപ്പോ കിഡ്നി ചെയ്യുന്ന ഫംഗ്ഷൻ പുറത്ത് ഒരു മെഷീൻ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി ഇത്തരത്തിൽ കിഡ്നി ഫെയിലിയർ ഒക്കെ ഉള്ളവർക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സ എന്ന് പറയുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അതായത് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? വൃക്ക മാറ്റിവെക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ കിഡ്നി ഫെയിലിയർ ഓർ റീനൽ ഫെയിലിയർ അക്യൂട്ട് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നു? ഈ കിഡ്നി മാറ്റിവെക്കുന്നു. സാധാരണഗതിയിൽ റിലേറ്റീവ്സിന്റെ ആരുടെയെങ്കിലും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കിഡ്നിയാണ് മാറ്റിവെക്കാറ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിജക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? പുറത്തുനിന്ന് എന്തൊരു വസ്തു നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടന്നാലും നമ്മുടെ ശരീരം അതിനെതിരെ പ്രതികരിക്കും അല്ലെ? ഇമ്മ്യൂൺ സിസ്റ്റം ഡെഫിനറ്റ്ലി അതിനെതിരെ പ്രതികരിക്കും. അതുകൊണ്ടാണല്ലോ നമുക്ക് അസുഖം വരുന്ന സമയത്ത് പനിയൊക്കെ ഉണ്ടാവുന്നത്. അതൊക്കെ ഒരു പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മളുടെ ബോഡി എന്താണെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾ എന്ത് വന്നു കഴിഞ്ഞാലും അതിനെതിരെ പ്രതികരിക്കും. അപ്പൊ ഇപ്പൊ പുറത്തുനിന്ന് ഒരാളുടെ ഒരു ഓർഗൻ എടുത്ത് നമ്മുടെ ശരീരത്തിനകത്ത് വെച്ച് കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും ഈ ഒരു റിജക്ഷൻ ഉണ്ടാവും അല്ലെ? നമ്മുടെ ബോഡി അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയാണ് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കിഡ്നി തന്നെ എടുത്തു വെക്കുന്നത്. അപ്പോ ക്ലോസ്ലി റിലേറ്റഡ് ആവുന്നെന്ന് പറയുമ്പോൾ അവിടെ ഈ സാമ്യതകൾ കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിൽ ക്ലോസ്ലി റിലേറ്റഡ് പേഴ്സൺസിന്റെ കിഡ്നിയൊക്കെ എടുത്ത് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കാരണം. ഇനി നമുക്ക് റീനൽ കാൽക്കുലൈ എന്താണെന്നുള്ളത് നോക്കാം. റീനൽ കാൽക്കുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു അസുഖം തന്നെയായിരിക്കും. കിഡ്നി സ്റ്റോൺ ഇല്ലേ? കിഡ്നി സ്റ്റോൺ ആണ് റീനൽ കാൽക്കുലൈ എന്ന് പറയുന്നത്.
It is a stone or insoluble mass of crystallized salts or oxalates. ഓക്സാലൈറ്റിന്റെയോ അല്ലെങ്കിൽ സോൾട്ടിന്റെയോ ഒക്കെ ക്രിസ്റ്റലൈസ്ഡ് ഫോം ആണ് നമ്മുടെ കിഡ്നിയിൽ ഇത്തരത്തിൽ ഇങ്ങനെ സ്റ്റോൺ പോലെ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ റീനൽ കാൽക്കുലൈ എന്ന് പറയുന്നത്. ഇനി ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോമറുലൈസിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആണ്. കിഡ്നിയിലെ ഗ്ലോമറുലയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെയാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ യുറേമിയ ആണ് പറഞ്ഞത്, യുറീമിയ പറഞ്ഞു, അതുപോലെ തന്നെ ഡയൂറസിസും പറഞ്ഞു കേട്ടോ. അതൊക്കെ ഈ ഒരു ഡിസോർഡേഴ്സ് പോലെ വരുന്ന കണ്ടീഷൻ തന്നെയാണ്. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് തീർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.